ഫോർച്യൂണർ 2015 മോഡൽ 4x2 ആണ്. സെക്കൻഡ് ഓണർ 113 പോയിട്ടുണ്ട്. അമീസ് VX ആണ് വേരിയൻറ്റ്, ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ, കിലോമീറ്റർ 43,000. സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണറാണ്. 2020 മോഡൽ, 55,000 കിലോമീറ്റർ. ആൾട്ടോ LX തേർഡ് ഓണർ, 2007 മോഡൽ, 120 പോയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അനൂപാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ചാത്തമ്പാറ എന്ന് പറയുന്ന ഭാഗത്താണ്. അതായത് ആറ്റിങ്ങൽ ചാത്തമ്പാറ എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ വന്നേക്കുന്നത്. ലക്ഷറി റൈഡ് യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. കാറിലിരുന്ന് പറഞ്ഞാൽ മുടിഞ്ഞ വെയിൽ കണ്ണ് തുറന്ന് നോക്കാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇവിടുത്തെ കാറിൻ്റെ ഒരു രീതി പറയാമെന്ന് പറയുമ്പം ലോ ബഡ്ജറ്റ് കാറുകളില്ല, എല്ലാം നല്ല ക്വാളിറ്റി വണ്ടികളാണ്. മിഡിൽ ക്ലാസ് ഫാമിലിക്കും അതിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ എടുക്കാൻ കൊള്ളാവുന്ന നല്ല നല്ല വണ്ടികൾ വിശ്വസിച്ചെടുക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല ഷോപ്പാണ്. ഇതിലെല്ലാം ഉപരി മെയിനായിട്ട് പറയാനുള്ള കാര്യം പറയുന്നത്, ഇത്തവണ കുറച്ച് എക്സ്ചേഞ്ച് വണ്ടികൾ ഓൾട്ടോസ് ഒരു 3-4 വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 45, 65, 95 എന്നൊക്കെ പറഞ്ഞ് കിടക്കാവുന്ന 1 ലക്ഷത്തിൽ താഴെ കിടക്കുന്ന അത്തരം വണ്ടികൾ ഇത്തവണത്തെ വീഡിയോയിലുണ്ട്. അത് ഇവരെ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഒരു കസ്റ്റമറിന് തന്നെ കൊടുക്കണമെന്നുള്ള രീതിക്കല്ല, അവർ അത് വേറെ സെയിൽസ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഹോൾസെയിൽ റേറ്റിനാണ് ആ കിടക്കുന്നത്. അതായത് വന്ന വിലയ്ക്ക് അവരെ കൊടുത്ത് വിടുക എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും എടുക്കാം. അതിൽ തന്നെ നല്ല നല്ല വണ്ടികൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടില്ല, അപ്പം നല്ല വണ്ടികൾ അതിലും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്നവർക്കും ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരം ചെയ്യും കേട്ടോ. അതുകൊണ്ട് ആരും വീഡിയോ മിസ് ചെയ്യേണ്ട. ആദ്യം വലിയ വണ്ടികളെ കൊണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ വണ്ടികളില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകണ്ട. അതിനിടയിൽ ഇങ്ങനെ സംഭവമുണ്ട്. അപ്പോൾ ലാസ്റ്റ് അത്തരം വണ്ടികൾ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളെടുത്ത് വലിയ റിസ്ക് ഇല്ലാതെ വണ്ടികൾ കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉപകാരം ചെയ്യുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പം വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസ ZDI ഓട്ടോമാറ്റിക് ആണ്. കിലോമീറ്റർ 62,000. സിംഗിൾ ഓണർ, 2019 മോഡൽ. കിലോമീറ്റർ എത്ര ഓടി? കിലോമീറ്റർ 62. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. റീപ്ലേസോ ആക്സിഡന്റോ ഒന്നുമില്ല. റീപ്ലേസ് ഇല്ല. ഓക്കെ. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സീറ്റ് കവർ കീറിയൊന്നും ഇരിപ്പില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദ്യം? 890. എത്ര? 890. 890. എത്ര ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഒന്നുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. ഒന്ന്. ബ്രസ VXi ഹൈബ്രിഡ് ആണ്. സെക്കൻഡ് ഓണർ. മോഡൽ 2022. കിലോമീറ്റർ 44,000. 44 ഓടിയിട്ടുള്ളൂ. 44 ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. ജെനുവിൻ കിലോമീറ്ററാണ്. വണ്ടിക്കകമൊക്കെ കൊള്ളാം. ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവർ കിടപ്പുണ്ട്. മാനുവലാണ് ഈ വണ്ടി. ഇത് സ്റ്റാർട്ട് ബട്ടണൊന്നും അല്ലേ, സാധാ കീയാണ്. ബാക്ക് AC ഒക്കെ വരുന്ന മോഡലാണ്. ബാക്ക് സൈഡൊക്കെ കാണാനൊക്കെ കൊള്ളാം. ബാക്ക് ടയർ വലിയ ഗുണമില്ല, ടയർ മോശമാണ്. ബാക്ക് ഫ്രണ്ട് നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 860. ഇതൊരു 50 രൂപയ്ക്ക് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമോ? 60 ഉണ്ടെങ്കിൽ ഇത് ബാക്കി ഫിനാൻസ് ചെയ്ത് ഇറക്കാൻ പറ്റും. എർട്ടിഗ VXi സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 28,500. 2019 മോഡലാണ്. പെട്രോൾ അല്ലേ? പെട്രോളാണ്. എർട്ടിഗ ഓട്ടോമാറ്റിക് ആണ്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസൊക്കെ വരുന്ന മോഡലാണ്. നല്ല സീറ്റ് കവറൊക്കെ കിടപ്പുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാൻ കൊള്ളാം. ബോഡിയിലും വലിയ സ്ക്രാച്ച് ഒന്നും ഞാൻ കാണുന്നില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ നീറ്റാണ്, കുഴപ്പമില്ല, കൊള്ളാം. കുത്തം പോലെ ഇരിക്കുന്നത്. 28 ഓടി വിളിച്ചത്, അപ്പോൾ അതുകൊണ്ടായിരിക്കാം. ഈ 28 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ജെനുവിൻ തന്നെയല്ലേ? ജെനുവിൻ കിലോമീറ്റർ ആണ്. ഹൈബ്രിഡ് ആണ്, സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. ഫസ്റ്റ് ടയേഴ്സ് ആണ്. അപ്പോൾ എത്ര ചോദ്യം? 825. ഇത്തവണ എല്ലാം 8-7 ഒക്കെ ആണല്ലോ. ഫോർച്യൂണർ 2015 മോഡൽ 4x2 ആണ്. സെക്കൻഡ് ഓണർ, 113 പോയിട്ടുണ്ട്. ഇത് ഒറിജിനൽ കേരളയാണോ? അല്ല, റീ ആണ്. ഓക്കെ. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ കൊള്ളാം. വൃത്തിയൊക്കെ ഉണ്ട്. ഇച്ചിരി നല്ല വൃത്തിയായിട്ട് തന്നെ വണ്ടി ഇരിപ്പുണ്ട്. അതൊന്നും കുഴപ്പമില്ല. ടോപ്പൊക്കെ നീറ്റാണ്, അഴുക്കൊന്നുമില്ല, നല്ല ക്ലീൻ ആക്കി വെച്ചേക്കുക. സീറ്റ് കവേഴ്സൊക്കെ കൊള്ളാം.
ആ രീതി കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലും ഇത് റീപ്ലേസ് ഇല്ല എന്നുള്ളത്. 2 ഗ്ലാസ് റീപ്ലേസ് ആണ്. 2 ഗ്ലാസ് ഉണ്ട്. ഓക്കെ. ഈ ബോണറ്റ് ബമ്പർ അങ്ങനൊന്നും മാറിയില്ലല്ലോ. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സാണ്. എത്ര ചോദ്യം? 1350. 1350? ഓ മൈ ഗാഡ്, കൊള്ളാം. നല്ല ഒന്തൻ ടയേഴ്സാണ്. ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം, നീറ്റായിട്ട് ഇരിപ്പുണ്ട്. ആണ് വണ്ടി എന്നുള്ളതേ ഉള്ളൂ. ഓഡി A6 മെട്രിക്സ്, കിലോമീറ്റർ 1,00,000, മോഡൽ 2016. ടയേഴ്സ് കൊള്ളാം. ഇത് ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ. സിംഗിള്. ഓടി എന്ന് പറയുമ്പോൾ ഉള്ള കോഴ്സ് പരിപാടികളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അത്യാവശ്യം എല്ലാം ഉണ്ട്. പിന്നെ അതിന് പ്രത്യേകം പറഞ്ഞു വെറുതെ നാണം കിടണ്ട എന്നുള്ളത് നമുക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കാണുന്നവർക്കറിയായിരിക്കും. അതുകൊണ്ട് അത് പറഞ്ഞ് മാറാനില്ല. പക്ഷെ എന്തായാലും വണ്ടി കാണാനൊക്കെ ഉള്ള നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇല്ല, കമ്പനി സർവീസ് കറക്റ്റ്. ഒറിജിനൽ കേരളയാണോ? ഒറിജിനൽ കേരളയാണോ? അല്ലല്ല, റീ ആണ്. ഉള്ള മോഡലാണ്. ഇനി ഇതിനകത്തുണ്ടെങ്കിലാ. ഓക്കെ. അപ്പോൾ വണ്ടി കാണാനുള്ള ബ്ലാക്ക് കളറാണ്. വണ്ടിക്ക് വേറെ അപാകതകളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. വേറെ ബോഡിയിലൊന്നും കാണുന്നില്ല. എത്ര ചോദ്യം? 17. അമീസ് VX ആണ് വേരിയൻറ്റ്. ഓട്ടോമാറ്റിക് ആണ്, സിംഗിൾ ഓണർ, കിലോമീറ്റർ 43,000, 2021 മോഡൽ. 2021. ഈ ടച്ച് സ്ക്രീനൊക്കെ പ്രത്യേകം വെച്ചാണ് അതിനകത്ത്? ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ. വണ്ടിക്കകോ കാണാനൊക്കെ കൊള്ളാം, നീറ്റായിട്ട് ഇരിപ്പുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല, കമ്പനി സർവീസ് കറക്റ്റ് ഉള്ള വണ്ടിയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വണ്ടി നല്ല വൃത്തിയാണ്, അതൊന്നും കുഴപ്പമില്ല. ടയേഴ്സൊക്കെ കൊള്ളാം, നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ഇല്ല. അപ്പോൾ എത്ര ചോദ്യം? 670. 670. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാവുന്നൊരു വണ്ടി, കൊള്ളാം. ബോഡിക്കൊന്നും വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ല, നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. സിയാസ് VXi സെക്കൻഡ് ഓണർ, 2015 മോഡൽ, കിലോമീറ്റർ 62,000. 62? ജെനുവിൻ കിലോമീറ്റർ ആണ്, കമ്പനി സർവീസ് കറക്റ്റ് ഉള്ള വണ്ടിയാണ്. മാനുവൽ അല്ലേ? മാനുവൽ ആണ്. സ്റ്റിയറിംഗ് എന്തോസം വരുന്ന മോഡലല്ല, അല്ലാത്തുള്ളതാണ്. 460 ആണ് ലാസ്റ്റ് പ്രൈസ്. 460? AC വണ്ടിയൊക്കെ വരുന്ന മോഡലാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഇല്ല. വണ്ടി ഓരോ കാണാനും കൊള്ളാം. ഈ വണ്ടിയും ബോഡിയൊന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, സ്ക്രാച്ചായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു വര, സ്ക്രാച്ച് എന്ന് പറയണമെങ്കിൽ അത് പറയാം, ആ രീതിയിലേ ഉള്ളൂ. അല്ല വേറെ സ്ക്രാച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണുന്നില്ല. വണ്ടി നീറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. വാഗനർ VXi ഓട്ടോമാറ്റിക് ആണ്, സെക്കൻഡ് ഓണറാണ്, 2016 മോഡൽ, 39,000 കിലോമീറ്റർ. 39 ഓടിയിട്ടുള്ളൂ? 39 പോയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർ അല്ലേ? സെക്കൻഡ് ഓണറാണ്. എന്നിട്ട് അത്രേ ഓടിയുള്ളൂ. കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ളതാണ്, റീപ്ലേസോ ആക്സിഡൻറ്റോ ഇല്ല. 390 റേറ്റ്. 390. സീറ്റൊക്കെ കൊള്ളാം, സീറ്റിംഗ് ഒക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. ഫോർഡോ പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്ന മോഡലാണ്. പറയത്തക്ക രീതിയിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ ചണക്കുണ്ട്, പേരിന് വേണമെങ്കിൽ അത് പറയാം, ഒരു ചെറിയ ചണക്കുണ്ട്. അല്ലാതെ വേറെ ഒന്നും വലുതായിട്ട് കണ്ടില്ല. വണ്ടി കാണാനൊക്കെ നീറ്റാണ്, വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. മൊത്തം സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. ടയറിൻ്റെ ഒരു കണ്ടീഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടയേഴ്സാണ് കിടക്കുന്നത്. അത് എല്ലാ ടയറും നല്ല ടയർ തന്നെയാണ്, മോശം ടയേഴ്സായിട്ടൊന്നുമില്ല. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ നിൽപ്പുണ്ട്. ജീപ്പ് കോമ്പസ് സെക്കൻഡ് ഓണർ, 89,000 കിലോമീറ്റർ. 89 സെക്കൻഡ് ഓണർ. ഡീസൽ അല്ലേ? ഡീസൽ അല്ല, പെട്രോളാണ്. 18 മോഡലാണ്. റീപ്ലേസോ ആക്സിഡൻറ്റോ ഇല്ല, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദ്യം? 990. 990. ഇത് ഒറിജിനൽ കേരള തന്നെയല്ലേ? അതെ. ടയറിൻ്റെ ഒക്കെ ഒരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്, തീരെ ഇല്ലാത്ത കണ്ടീഷനില്ല, നല്ല ടയർ കിടപ്പുണ്ട്. ഓരോ വണ്ടി കാണാനൊക്കെ കൊള്ളാം,
വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ഇത് മൈലേജ് എന്തോ കിട്ടും ചേച്ചി? ഇതൊരു മൈലേജ് എത്ര പറയാൻ പറ്റും? 18 എന്തായാലും ഉണ്ടോ? കിട്ടുമോ? പെട്രോൾ അല്ലേ? അത്ര കിട്ടുമോ? എത്തിയോസ് 2011 മോഡല്, 3rd ഓണറാണ്. 62,000 കിലോമീറ്റർ. കിലോമീറ്റർ എന്തോ? 62. കേട്ടില്ല. 62,000. ജെനുവിൻ കിലോമീറ്റർ ആണ്. റീപ്ലേസോ ആക്സിഡന്റോ ഇല്ല. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞു കേട്ടോ. പേപ്പർ ഇനി 5 വർഷം ഉണ്ട്. എത്ര ചോദ്യം? 295. ടയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഓരോ വണ്ടി കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ അപാകതകളൊന്നും കാണുന്നില്ല. ബോഡി ഷേപ്പിനൊന്നും വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ രീതിയിലൊക്കെ വൃത്തിയായിട്ടിരിക്കുക വണ്ടി. വേറെ പ്രത്യേകിച്ച് കണ്ട് പറയത്തക്ക അപാകതകളൊന്നും ഞാൻ കാണുന്നില്ല. നീറ്റായിട്ട് ഇരിപ്പുണ്ട്. നെക്സോൺ EV XZ+, സിംഗിൾ ഓണറാണ്. മോഡൽ 2022. കിലോമീറ്റർ 72,000. 72. ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണറാണ്. ഡോർ പാഡൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ടൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലും വൃത്തിയായിട്ട് തന്നെ. ഇവിടെ ഇരുട്ട് വീഴുന്നത് ഇപ്പം ഇത്രയും പകലെടുത്തിട്ട്. എത്ര ചോദ്യം? എത്ര? 750. ഡുവൽ ടോൺ ആണ് കേട്ടോ. വൈറ്റ് പിന്നെ ഒരു പച്ചയും നീലയെല്ലാം കൂടി കലർന്നൊരു കളറ്. ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണറാണ്. 2019 മോഡല്, 43,000 കിലോമീറ്റർ. ഡുവൽ ടോൺ ആണോ അതോ കളർ അടിച്ചേക്കാണോ? സ്റ്റിക്കർ ആയിരിക്കില്ലേ? സ്റ്റിക്കർ ആയിരിക്കാമോ? അതെ. ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ഉണ്ട്. നല്ല സീറ്റ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല പോഷായിട്ട് ആ രീതിയിൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം. ബാക്ക് സൈഡൊക്കെ ഓക്കെയാണ്. എത്ര ചോദ്യം? എത്ര? 540. 540. ഓക്കെ. സ്റ്റിക്കർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ ഇത് ഡമ്മിയാണ്, വർക്ക് ചെയ്യില്ല. ഒരു 4 എണ്ണം ഇരിപ്പുണ്ട്. സ്വിഫ്റ്റ് VXi സിംഗിൾ ഓണറാണ്. 2020 മോഡല്, 55,000 കിലോമീറ്റർ. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. പുതുതായിട്ട് ഇട്ടാന്ന് തോന്നുന്നു. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. അതേപോലെ നല്ല പോഷ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡോർ പാഡൊക്കെ കൊള്ളാം, ഒന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയാണ്. ചോദ്യം എത്ര? 580. എല്ലാ ടയേഴ്സും മാറി കിടക്കുകയാണ്. ഇതിൻ്റെ ഓരോ കാണാനൊക്കെ കൊള്ളാം. വേറെ സ്ക്രാച്ചോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. നീറ്റായിട്ട് ഇരിപ്പുണ്ട്. പോളോ ട്രെൻഡ് ലൈൻ സെക്കൻഡ് ഓണർ, 94,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർ, 2018 മോഡല്. ഇതും ഒരു ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല സീറ്റ് കവറൊക്കെ ചെയ്തിരിപ്പുണ്ട്. ഡ്രൈവിംഗ് സൈഡ് ചെറുതായിട്ടൊന്ന് കയറി ഇരിപ്പുണ്ട്. അല്ലാത്ത വർഷം വണ്ടി കാണാനൊക്കെ നീറ്റായിട്ട് ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല. ഈ വണ്ടി ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത വണ്ടിയാണ്. ഫിനാൻസിൻ്റെ എന്തോ പ്രശ്നമായിരുന്നു അല്ലേ? ഫിനാൻസിൻ്റെ പ്രശ്നം കാരണം ഇറങ്ങാതെ നിൽക്കുന്ന ഒരു പോളോ. എത്ര ചോദ്യം? 435. ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സാണ് ഇട്ടേക്കാം. പുത്തൻ ടയർ ഇട്ടേക്കാം. പോളോ ട്രെൻഡ് ലൈൻ 2015 മോഡല്, 4th ഓണറാണ്. 130 പോയിട്ടുണ്ട്. ഡീസലാണേ. ടയർ അത്ര അങ്ങോട്ട് പോരാ, മോശമാണ്. പാർക്ക് ആൻഡ് സെയിലാണേ കസ്റ്റമർ ഇട്ടേക്കുന്ന. ഓക്കെ. ആൻഡ്രോയിഡൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ കൊള്ളാം. മാനുവലാണ്. ടോപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ടോപ്പ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തന്നെ? അതെ. ഓക്കെ. സൺറൂഫൊക്കെ അഡീഷണൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പോളോ. എത്ര ചോദ്യം? 280. LX 2008 മോഡല്, സെക്കൻഡ് ഓണർ. കിലോമീറ്റർ എന്തോടി? 1 മുകളിൽ പോയിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? 2008 മോഡലല്ലേ? ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഒരു ഉറപ്പില്ല. എക്സ്ചേഞ്ച് ഒന്നും വണ്ടിയല്ലേ? ഇതെല്ലാം എക്സ്ചേഞ്ച്, ചെറിയ വണ്ടികളെല്ലാം എക്സ്ചേഞ്ച് വന്നതാ. ഓക്കെ. എത്ര ചോദ്യം? എത്ര? 85. 85,000 രൂപയ്ക്ക് കാണാൻ വലിയ കുഴപ്പമൊന്നും നോക്കിയിട്ടില്ല.
ഇനി അതിനകത്തുള്ള പരിപാടികൾ, എൻജിൻ സൈഡ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എടുക്കാം. ബോഡിയൊക്കെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ആൾട്ടോ LX 4th ഓണർ, 2006 മോഡൽ, 1.13 പോയിട്ടുണ്ട്. 1.13. വണ്ടിക്കകം വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല. ഒന്ന് സർവീസ് ചെയ്തെടുത്താൽ വൃത്തിയായിട്ടിരിക്കും. ഇന്നലെ നമ്മൾ ബലേനെ എടുത്ത് കസ്റ്റമർ തന്ന വണ്ടിയാണ്. ഓ, ഈ വണ്ടിയാണോ അത്? ഓക്കെ. ടയേഴ്സൊക്കെ അത്യാവശ്യമുണ്ട്. ഇവിടെ ചെറിയ പരിപാടി ചെയ്യാനുണ്ട്. എത്ര ചോദ്യം? 50. ഇവിടെയൊക്കെ സ്ക്രാച്ചുകളുണ്ട്, അതേ ഉള്ളൂ. അല്ല വേറെ വലിയ പകാതകളൊന്നും ഇല്ലാതെ ഇവിടെ ഒരു ചെറിയ കുഴിയുണ്ട്, ചെറിയ കുഴി. ഇല്ലാത്ത പക്ഷം വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇതൊക്കെ മാറാറായിട്ടുണ്ട് കേട്ടോ, ദുരന്തായിട്ടുണ്ട്. ആൾട്ടോ LX 3rd ഓണർ, 2007 മോഡൽ, 1.20 പോയിട്ടുണ്ട്. എൻ്റെ പേപ്പർ വർക്കൊക്കെ എത്ര ആൾ കൂടെ ഉണ്ട്? എൻ്റെ 27 ടെസ്റ്റ് വരും. 27. ഓക്കെ. അപ്പോൾ ഈ വർഷവും പിന്നെ അടുത്ത വർഷം. നല്ല സീറ്റ് കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി. അകം കാണാനൊന്നും വലിയ തെറ്റില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലും അങ്ങനെ തുരുമ്പായിട്ടൊന്നും കാണുന്നില്ല. പിന്നെ ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ കൊള്ളാം, കുഴപ്പമില്ല. ടയേഴ്സ് ഒരു ആവറേജ് ടയേഴ്സാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? 40. 40 രൂപ. 40 രൂപയ്ക്ക് മതിപ്പായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 2007 മോഡൽ, 2 വർഷത്തെ പേപ്പർ കൂടി കിടപ്പുണ്ടല്ലോ, ആ രീതിയിൽ മുതലായിരിക്കും. ഓംനി ആംബുലൻസ്, ഓണർഷിപ്പ് 7, 2012 മോഡൽ. 12? കിലോമീറ്റർ ഇതിൻ്റെ എന്തായാലും ജെനുവിൻ പറയാൻ പറ്റത്തില്ലല്ലോ. ഏതാണ് ഇതിൻ്റെ കിലോമീറ്റർ? അതെ. അത്യാവശ്യം നല്ല ഓട്ടം ഓടുന്ന വണ്ടിയല്ലയോ. വണ്ടി ഈ കിടക്കുന്നതാണ് ഒരു കണ്ടീഷൻ. ഓമിനി ബേസ് ചെയ്തും ഈ രീതിയിലുള്ള വണ്ടി ബേസ് ചെയ്തുള്ളൊരു കണ്ടീഷൻ അറിയാവുന്നവർ പറയുക എങ്ങനെയുണ്ടെന്ന്. വണ്ടി ഓരോ കാണാനൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട്. മണ്ണും പൊടിയൊക്കെ ഇരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അത് തട്ടിക്കളഞ്ഞ തീരാന്ന് കേസേ ഉള്ളൂ. പക്ഷെ അല്ലാത്ത വർഷം വണ്ടി കാണാൻ കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര ചോദ്യം? 2. 2 ലക്ഷം രൂപ. വേറെ പറയത്തക്ക എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടോ? എന്തെങ്കിലും അപാകതകൾ, റീപ്ലേസ് അങ്ങനെ അങ്ങനെ? ഇല്ല, ഒരു കസ്റ്റമർ ഇത് പാർക്ക് ആൻഡ് സെയിലിൽ ഇട്ടേക്കുന്നതാണ്. അങ്ങനെ വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ക്രിസ്റ്റ 3rd ഓണർ, 2017 മോഡൽ, 96,000 കിലോമീറ്റർ. 96? ഒറിജിനൽ കേരള അല്ല, റീ ആണ്. ടച്ച് ആൻഡ് പോളിഷ് പരിപാടികൾ നടക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ എടുക്കുന്നതുകൊണ്ട് സീറ്റൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ടാണ്. കഴി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ. അപാകതകൾ പറയാൻ എന്തെങ്കിലും? ഇല്ല, ഇത് 2nd ഓണർ ആയിരുന്നു. പേപ്പർ ഇങ്ങോട്ട് ആക്കിയ ടൈമിലാണ് 3rd ഓണർ ആയത്. ഓക്കെ, നിങ്ങളുടെ ഇതിനകത്തോട്ട് മാറിയതിൻ്റെ അല്ലേ? അതെ. ഓക്കെ. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. എത്ര ചോദ്യം? 1550. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് കറക്റ്റാണ് പോകുന്ന വണ്ടി. ഒരു റീപ്ലേസോ ആക്സിഡൻറ്റോ ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എത്ര ചോദ്യം? 1550. ഫോർച്യൂണർ 2017 മോഡൽ, 1.34 കിലോമീറ്റർ, 4x2 മാനുവൽ, ന്യൂ ഷേപ്പാണ്. ഇത് ഒറിജിനൽ കേരളയാണോ? കേരള അല്ല, റീ ആണ്. നമ്മൾ ഇപ്പം റീ ആക്കി കൊടുക്കുന്നു വിത്ത് NOC. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ് ഒന്നുമില്ല. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ടയർ കണ്ടീഷൻ കിടപ്പുണ്ട്. ബാക്ക് സൈഡൊക്കെ കാണാനൊന്നും കുഴപ്പമില്ല. എത്ര ചോദ്യം? എത്ര? 1750. ഓവറോൾ വണ്ടി കാണാൻ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുമ്പോൾ മൊത്തം പൊടി പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലാതെ വേറെ ചണക്കോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല. വണ്ടി വൃത്തിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. മൊത്തം വലിയ വണ്ടികളായിരുന്നു. 1-2 ഉള്ളൂ ചെറുത്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലത്തെ വോൾട്ടയുടെ 2-3 ചെറിയ വണ്ടികളും.
അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വണ്ടികൾ നോക്കുന്നവരുണ്ടെങ്കിൽ അവർക്കാണ് തോനെ ഉപകാരപ്പെട്ടേക്കുന്ന ഈ വീഡിയോ. നല്ല വണ്ടികളൊക്കെ തന്നെയായിരുന്നു, അധികം വേറെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നുമില്ല. 1-2 വണ്ടികളിൽ മാത്രം ഗ്ലാസ്സിന് ചെറിയൊരു കംപ്ലയിൻസ് പറഞ്ഞു, അല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി കാണാനൊക്കെ കൊള്ളാം, ബോഡി വൈസൊക്കെ എന്നാ നോക്കിയിട്ട് നല്ലതാണ്, വലിയ പാകപ്പിഴകളൊന്നും കണ്ടില്ല. പിന്നെ മെക്കാനിക്കൽ സൈഡ് നിങ്ങൾ നല്ലൊരാളെ കൊണ്ടുവന്ന് നോക്കിയെടുക്കുക. കാരണം ഒരുപാട് ഒരു 2-3 വണ്ടികളൊക്കെ അതർ സ്റ്റേറ്റ് വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പം നല്ലപോലെ ചെക്ക് ചെയ്തെടുക്കുക. നല്ല വണ്ടികളൊക്കെ തന്നെ നല്ല വണ്ടികൾ കൊടുക്കുന്ന ഷോപ്പുമാണ്, അതൊന്നും അല്ലെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ, അതൊക്കെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് ഒന്ന് എടുക്കാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ